ഗുരുദേവ പാദങ്ങളിൽ പ്രണാമം. ഏവർക്കും നമസ്കാരം. മുമ്പ് പറഞ്ഞു നിർത്തിയത് ഋഷിയും കവിയും രണ്ടല്ല എന്നാണ്. ഞാൻ ഋഷി കവി, ഋഷിയല്ലാത്തവൻ കവിയല്ല. കാവ്യകൗതുകം എന്ന ഗ്രന്ഥത്തിൽ ഭട്ടതൗതൻ എന്ന ആലങ്കാരികൻ പറയുന്നതാണ് ഇത്. ഞാൻ ഋഷി കവിഹി ഇത്യുക്തം ഋഷിശ്ച കില ദർശനാത് വർണ്ണനാത് വാപി രൂഢാ ലോകേ കവിശ്രുതി വിചിത്രഭാവധർമാംശ തത്വപ്രഖ്യാശ ദർശനം. ഋഷിയല്ലാത്തവൻ കവിയല്ല. ദർശനശക്തിയാണ് ഒരുവനെ ഋഷിയാക്കുന്നത്. ഋഷിശ്ച കില ദർശനാത്, ദർശനത്തിനും വർണ്ണനത്തിനും ഉള്ള സാമർഥ്യം മൂലമാണ് ഒരുവൻ കവിയായി അറിയപ്പെടുന്നത്. തന്നെയും തൻ്റെ ചുറ്റുമുള്ള ലോകത്തെയും ശരിയായ രീതിയിൽ വീക്ഷിക്കുമ്പോഴുണ്ടാകുന്ന മനോവികാരങ്ങളെയും പരമമായ ആനന്ദത്തെയും കണ്ടറിയുന്നതിനുള്ള സുവ്യക്തമായ കാഴ്ചയാണ് ദർശനം. ആ ദർശനം ലഭിക്കുന്നതിനാണ് തപസ് ആവശ്യമായി വരുന്നത്. അങ്ങനെ ലഭിച്ച ദർശനം സഹജ പ്രതിഭയുടെ ശക്തിയാൽ അവതരിപ്പിക്കുമ്പോൾ ഉത്തമ കാവ്യങ്ങളായി വാർന്നു വീഴുന്നു. വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും അതിനുള്ള ദൃഷ്ടാന്തങ്ങളാണ്. മുണ്ടകോപനിഷത്തിൽ അത്തിമരത്തിലിരിക്കുന്ന 2 പക്ഷികളെ അവതരിപ്പിക്കുന്നു. ദ്വാസുപർണ സയുജാസഖായ സമാനം വൃക്ഷം പരിഷസ്വജാതേ തയോരന്യ പിപ്പലം സ്വാദ്വത്തി അനസ്നന്യോ അഭിചാകശീതി. ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്ന 2 പക്ഷികളെ അവതരിപ്പിക്കുന്നു. ഒന്ന് സ്വാദുള്ള അത്തിപ്പഴം ആസ്വദിച്ച് കഴിക്കുന്നു. മറ്റവൻ തിന്നാതെ നോക്കിക്കൊണ്ട് മാത്രം ഇരിക്കുന്നു. അന്നം തുടങ്ങിയ പ്രാഥമികമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന ഒരുവൻ ആഴമേറും മഹസാകുന്ന ആഴിയിൽ മുങ്ങിക്കഴിയുമ്പോഴുണ്ടാകുന്ന പരമമായ ആനന്ദം നൽകുന്ന അനുഭൂതിയിൽ ലയിച്ചിരിക്കുന്ന മറ്റൊരുവൻ. നിത്യഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യത്തേത് ലാവണ്യ അനുഭവത്തിൻ്റെ തലം, രണ്ടാമത്തേത് സൗന്ദര്യ അനുഭൂതിയുടെ തലം. ഇത് ഉപനിഷത്ത് കവി ചിത്രീകരിച്ചിരിക്കുന്നത് അത്തിമരത്തിലിരിക്കുന്ന 2 പക്ഷികളെ കാണിച്ചുകൊണ്ടാണ്. ഛാന്തോഗ്യോപനിഷത്തിലെ ഒരു അവതരണം നോക്കുക. ആരുണി എന്ന ഗുരു തൻ്റെ മകനും ശിഷ്യനുമായ ശ്വേതകേതുവിന് ഉപദേശം നൽകുകയാണ്. നിത്യജീവിത സന്ദർഭത്തിൽ നിന്നും ഉദാഹരണം കണ്ടെത്തി തത്വമസിയുടെ അർത്ഥം വിശദീകരിക്കുന്നു. നിന്റെ ഉള്ളിൽ സൂക്ഷ്മരൂപത്തിൽ വിളങ്ങുന്ന അതേ ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചാകാരമായി വിടർന്ന് വിലാസം ചെയ്യുന്നത് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഗുരു പറയുന്നു, ഈ ആൽവൃക്ഷത്തിൻ്റെ ഒരു ഫലം എടുത്തുകൊണ്ടുവരൂ. ഇതാ ഭഗവാനെ കൊണ്ടുവന്നിരിക്കുന്നു. അതിനെ മുറിക്കൂ. ഇതാ മുറിച്ചിരിക്കുന്നു ഭഗവൻ. അതിൽ എന്താണ് നീ കാണുന്നത്? അണുസമാനമായ കുറെ വിത്തുകൾ കാണുന്നു. അതിൽ ഒന്നെടുത്ത് വീണ്ടും മുറിക്കൂ. ഒന്നും കാണുന്നില്ല ഭഗവൻ. അന്ന് പഴയ കാലത്ത്, ആ കാലത്ത് സൂക്ഷ്മദർശിനി ഒന്നും ഇല്ലാത്ത കാലമല്ലേ, നഗ്നനേത്രങ്ങൾ കൊണ്ട് അവിടെ വരെയേ എത്തൂ. ന്യഗ്രോധ ഫലമത ആഹരേതി ഇതം ഭഗവ ഇതി ഭിന്ദീതി ഭിന്നം ഭഗവ ഇതി കിമത്ര പശ്യസീതി അന്വയ ഇവേമ ധാനാ ഭഗവയിതി ആസാമംഗൈകാം ഭിന്ദീതി ഭിന്നാ ഭഗവയിതി കിമത്ര പശ്യസീതി ന കിഞ്ചന ഭഗവയിതി. ഒരു കുഞ്ഞു വിത്തിൻ്റെ ഉള്ളിൽ ന്യഗ്രോധഫലമത ആഹരേതി, ആൽമരത്തിൻ്റെ ഒരു വിത്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഇതം ഭഗവൈതി, ഇതാ ഭഗവാനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഭിന്ദീതി, നീ അതിനെ 2ആയി മുറിക്കൂ. ഭിന്നം ഭഗവൈതി, ഞാനതാ
ഇതിനെ മുറിച്ചിരിക്കുന്നു. കിമത്ര പശ്യസീതി, നീ അതിലെന്തു കാണുന്നു? അന്വയ ഇവേമ ധാനാ ഭഗവൈതി, അണുരൂപത്തിലുള്ള ചെറിയ ധാന്യങ്ങൾ കാണുന്നു ഭഗവൻ. ആസാമംഗൈകാം ഭിന്ദീതി, അതിലൊന്നെടുത്ത് വീണ്ടും മുറിക്കൂ. ഭിന്ന ഭഗവൈതി, അതിലെന്തു കാണുന്നു? കിമത്ര പശ്യസീതി, അതിൽ എന്താണ് നീ കാണുന്നത്? ന കിഞ്ചന ഭഗവൈതി, ഞാൻ അതിൽ ഒന്നും കാണുന്നില്ല ഭഗവാനെ. ഒരു കുഞ്ഞു വിത്തിന്റെ ഉള്ളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന കൂറ്റൻ അരയാലിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂക്ഷ്മമായ കാര്യത്തിൽ പ്രപഞ്ചകാരണത്തിന്റെ സർഗചേതനയെ ഇങ്ങനെ സ്പഷ്ടമാക്കി തരുന്നത് കവിത്വസിദ്ധിയുടെ പരമോന്നത ഭാവമായി നാം കണ്ടറിയണം. കേനോപനിഷത്തിൽ പരമ്പൊരുളിനെ പ്രതിനിധീകരിക്കുന്നത് ഉമാഹൈമവതിയാണ്. എത്ര നാടകീയമായ അവതരണമാണ് അവിടെയും നാം കാണുന്നത്. ഇനി രാമായണത്തിലേക്ക് വന്നാൽ ആദികവിയിൽ നിന്ന് പുറപ്പെട്ട ആദ്യ ശ്ലോകം മാ നിഷാദ പ്രതിഷ്ഠാന്ത്വമഗമ ശശ്വതീ സമാഹ യത് ക്രവിഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. ഒരു മഹാവൃക്ഷത്തിന്റെ ശിഖരത്തിൽ ആനന്ദാതിരേകത്തോടെ കഴിഞ്ഞിരുന്ന ക്രവിഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ടപ്പോൾ കവിയുടെ മനസ്സിലുണ്ടായ ശോകം ശ്ലോകരൂപത്തിൽ പുറത്തേക്ക് വന്നു. അത് കേൾക്കുവാനിടവന്ന നാരദമുനി രാമകഥയുടെ വ്യംഗ്യമായ സൂചന അതിൽ കണ്ടറിയുന്നു. ആദി കവിയുടെയും ആദ്യ സഹൃദയന്റെയും ആദ്യ മാതൃക നമ്മൾ അവിടെ കാണുന്നു. ക്രൗഞ്ചദ്വയ വിയോഗോത്ഥ ശോക ശ്ലോകത്വമാഗത എന്ന് ആനന്ദവർദ്ധനൻ ധുന്യാലോകത്തിൽ പറയുന്നു. ശോകത്തിൽ നിന്നാണ് ശ്ലോകം ഉണ്ടായത്. രുദിതാനുസാരിയാണ് കവിത. രുദിതം, രോദനം എന്നാൽ കരച്ചിൽ. ഈ പറഞ്ഞതിൽ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ മുണ്ടകോപനിഷത്തിലെയും ചാന്തോക്യോപനിഷത്തിലെയും രാമായണത്തിലെയും ഒക്കെ ഭാഗങ്ങൾ എടുത്ത് കാണിച്ചതിൽ നിന്നും വ്യക്തമാക്കാൻ ശ്രമിച്ചത് ഇത്രമാത്രമേ ഉള്ളൂ. വേദങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഋഷികളുടെ ഭാഷയിലൂടെയുള്ള ആവിഷ്കാരങ്ങളാണ്. അവരുടെ ആത്മീയ സൗന്ദര്യം കാവ്യ സൗന്ദര്യമായി രൂപം പകർന്നിരിക്കുന്നത് നമ്മൾ അവിടെ കാണുന്നു. ഗുരുവിൻ്റെ കാര്യവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഗുരു തപസ്സിലൂടെ കണ്ടറിഞ്ഞ ദർശനം ഭാഷയിലൂടെ ആവിഷ്കരിച്ചപ്പോൾ 60-ലധികം വരുന്ന കൃതികളായി നമുക്ക് ലഭിച്ചു. സാധാരണ കവികൾ നിത്യജീവിത അനുഭവങ്ങളെ വർണ്ണനാ നൈപുണ്യത്തോടെ ആവിഷ്കരിക്കുമ്പോൾ ഗുരു വേദാന്ത ശാസ്ത്രമാണ് ഭാഷയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കി നമുക്ക് തന്നത് എന്ന വ്യത്യാസമേ ഉള്ളൂ. ശൃംഗാര കവിതകൾ എഴുതരുത് എന്ന് അനുശാസനം ചെയ്ത് കുമാരകവിയെ മഹാകവിയാക്കി മാറ്റിയ ഗുരുവിന് പ്രയോജനപരമായ കൃത്യമായ വീക്ഷണം ഉണ്ടായിരുന്നു. താരും തളിരും താരാജാലങ്ങളും ഒപ്പം താരുണ്യ പ്രസരിപ്പിൻ്റെ ഓളങ്ങളും മാത്രം നിറഞ്ഞ പ്രപഞ്ച ജീവിതത്തിൻ്റെ പരഭാഗശോഭ മാത്രം വർണ്ണിച്ചിരുന്ന കുമാരകവി ഒരു കൊഴിഞ്ഞ പൂവിൻ്റെ ചിത്രീകരണത്തിലൂടെ മനുഷ്യജീവിത മഹാസമസ്യയെക്കുറിച്ച് തത്വവിചാരം ചെയ്യുന്ന ഒരു മഹാകവിയായി മാറുന്നതിന് കാരണം ഗുരുകടാക്ഷമാണ്. ആത്മോപദേശ ശതകം 69-ാം ശ്ലോകത്തിൽ ഗുരു ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മ പ്രതിമയേഴും കരണപ്രവീണനാളും രതിരഥമേറി അഹന്ത രമ്യരൂപം പ്രതി പുറമേ പെരുമാറിടുന്നജസ്രം. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ പൂട്ടിയ ഒരു രഥം. തേരാളിയായിരിക്കുന്നത് അന്ധകരണം. തേരാളിയുടെ ഇഷ്ടാനുസരണം കുതിരകൾ പ്രയാണം ചെയ്യുകയാണ്. അന്ധകരണം തെളിക്കുന്ന മാർഗത്തിലൂടെ വിഷയാനന്ദത്തിൽ മുഴുകിയിരിക്കുന്ന അഹന്തയെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വിഷയാനന്ദത്തെ ശ്രേഷ്ഠമായി കരുതി അതിനെ വർണ്ണിച്ചു കഴിയുന്ന സാധാരണ തലമാണിത്. എന്നാൽ ഈ പ്രപഞ്ചമായി കാണുന്നതിൽ എല്ലാം നിറഞ്ഞിരിക്കുന്ന സത്യം തന്നെയാണ് താൻ എന്നറിയുമ്പോഴോ അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. ഒരു രതി അഹന്ത ഇന്ദ്രിയ അന്ധകരണ കളേബരമെന്നിതൊക്കെയായി
വിരിയുമിതിന് വിരാമമെങ്ങ് വേറാം അറിവവൻ എന്നറിവോളം ഓർത്തിടേണം. ഒരു രതി തന്നെയാണ്, അഥവാ ഒരേ ആനന്ദം തന്നെയാണ് അഹന്തയും ഇന്ദ്രിയങ്ങളും അന്ധകരണങ്ങളും ശരീരവും എല്ലാമായി വിരിഞ്ഞു നിൽക്കുന്നത്. അത് അറിയുന്നത് വരെ അറിയുന്നവൻ വേറായി നിൽക്കുന്നു. അതുവരെ തന്നെയും തനിക്ക് ചുറ്റുമുള്ളതിനെയും വേറായി കണ്ട് ബാഹ്യമായ സൗന്ദര്യം ആസ്വദിക്കുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. അത് സാധാരണ കവികളുടെ തലമാണ്. ഗുരു അവിടെയല്ല. ഒന്നും ഒന്നിൽ നിന്നും വേറല്ലാതിരിക്കുന്നു എന്നറിയുമ്പോഴുണ്ടാകുന്ന പരമമായ നിരതിശയമായ ഒരു ആനന്ദമുണ്ട്. ആ ആനന്ദ സ്വരൂപം ആവിഷ്കരിക്കുമ്പോൾ കാവ്യാനന്ദം ബ്രഹ്മാനന്ദമാകുന്നു. ആ ആനന്ദത്തെക്കുറിച്ച് അറിയുന്നവൻ ദർശനമുള്ളവനാകുന്നു. ആ ദർശനശക്തിയാണ് ഒരുവനെ ഋഷിയാക്കുന്നത്. ഋഷിശ്ച കില ദർശനാത്. ഗുരുവിലെ കവിയെ അന്വേഷിക്കുമ്പോഴും ഋഷിയായ ഗുരുവിൽ തന്നെ നാം എത്തിച്ചേരും. ബാക്കി അടുത്ത സംസാരത്തിൽ തുടരാം. എല്ലാവർക്കും നമസ്കാരം.